പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ അറിയിപ്പുകൾ എത്തിച്ചേർന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിനോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ വാർദ്ധക്യകാല പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. ജൂലൈ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ പോർട്ടൽ വഴി ചൊവ്വാഴ്ച കടമെടുപ്പ് ലേലം നടത്തും. തുക വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുകയും ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുകയും ചെയ്യും. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യമാണ് എത്തിച്ചേരാൻ പോകുന്നത്. ജൂലൈ മാസത്തിൽ നിലവിൽ സർക്കാർ 2000 രൂപ വീതമുള്ള വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ തുക ഒരുമിച്ച് എത്തിച്ചേരുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2000 രൂപയുടെ വീതം 2 ഗഡുക്കൾ, അതായത് 4000 രൂപ വരെയാണ് ഓരോ ഗുണഭോക്താവിനും എത്തിച്ചേരുക. ഒരു മാസത്തിലെ തുക അഡ്വാൻസായി നൽകുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. പുതുതായി ഗുണഭോക്താക്കൾക്ക് അപേക്ഷയും വയ്ക്കാവുന്നതാണ്. നാളെ മുതൽ തന്നെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. എന്നാൽ കേവലം 60 വയസ്സ് തികഞ്ഞു എന്ന് കരുതി പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനായി സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അപേക്ഷകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ യഥാർത്ഥ നിബന്ധനകൾ എന്തൊക്കെയാണ് ഉള്ളതെന്നും ആർക്കൊക്കെയാണ് ഇതിന് അർഹതയുള്ളതെന്നും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അപേക്ഷകൾ നിരസിക്കാൻ സാധ്യതയുള്ളതെന്നും മനസ്സിലാക്കാവുന്നതാണ്. പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നിബന്ധന അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരിധി പ്രകാരം കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ ഒട്ടും കവിയാൻ പാടുള്ളതല്ല. വരുമാന പരിധി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായാൽ സാധാരണഗതിയിൽ അർഹത നഷ്ടപ്പെടും. കൂടാതെ ഔദ്യോഗിക രേഖകളിൽ അപേക്ഷകൻ ഒരു അഗതിയായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തമായി ജീവിക്കാൻ യാതൊരുവിധ സാമ്പത്തിക മാർഗവും ഇല്ലാത്ത, മറ്റുള്ളവരുടെ സഹായത്തെയും സംരക്ഷണത്തെയും പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ ആണ്. അപേക്ഷകന് പൂർണ്ണമായും സംരക്ഷിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള മറ്റാരെങ്കിലും നിയമപരമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അർഹത പരിശോധിച്ച സമയത്ത് ഉദ്യോഗസ്ഥർ അത് പ്രത്യേകം പരിഗണിക്കുന്നതായിരിക്കും. മറ്റു പെൻഷനുകളോ സാമ്പത്തിക ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊരു പ്രധാന നിബന്ധന. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വിരമിച്ച് നിലവിൽ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ കുടുംബ പെൻഷനോ വാങ്ങുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ ചെറിയൊരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് മാസം പരമാവധി 4000 രൂപ വരെ NPS പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ നിബന്ധനയിൽ ഇളവ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്കും പൊതുവെ ഇതിൽ അർഹതയില്ലെങ്കിലും ഭിന്നശേഷിക്കാരായ ഗുണഭോക്താക്കൾക്ക് ഈ നിബന്ധന ബാധകമല്ല. EPF ഉൾപ്പെടെ പരമാവധി 2 പെൻഷനുകൾ വരെ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരുമിച്ച് വാങ്ങാൻ നിയമപരമായി സാധിക്കുകയുള്ളൂ. അപേക്ഷകന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതിന് അവരുടെ പേരിലുള്ള സ്വത്തുക്കളും വാഹനങ്ങളും സർക്കാർ കൃത്യമായി പരിശോധിക്കാറുണ്ട്. അപേക്ഷകന്റെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെയോ പേരിൽ ആകെ 2 ഏക്കറിലധികം ഭൂമി ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഒരു പ്രധാന മാനദണ്ഡം. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഭൂമിയിൽ ഈ നിബന്ധന ബാധകമല്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള സ്വകാര്യ 4 ചക്ര വാഹനങ്ങൾ അഥവാ വില കൂടിയ കാറുകൾ സ്വന്തമായി ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ടാക്സി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും പഴയ അംബാസഡർ കാറുകൾക്കും പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് അഥവാ ആദായ നികുതി അടക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് കണക്കാക്കുന്നതിനാൽ അവർക്കും ഈ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. താമസം, വീടിൻ്റെ വിസ്തീർണം എന്നിവയുമായി ബന്ധപ്പെട്ടും ചില കർശനമായ വ്യവസ്ഥകൾ നിലവിലുണ്ട്. അപേക്ഷകന്റെ കുടുംബത്തിന് 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച ടൈലോ മാർബിളോ പാകിയ കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാകാൻ പാടില്ല. വലിയ വീടുകൾ ഉള്ളവരെ സാമ്പത്തിക നില
നിലയിലുള്ളവരായി പരിഗണിക്കുന്നതിനാലാണിത്. കൂടാതെ അപേക്ഷകൻ സ്ഥിരമായി ഏതെങ്കിലും അഗതി മന്ദിരങ്ങളിലോ അന്തേവാസി ആകരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ പെൻഷന് അർഹത വ്യത്യസ്തമായ രീതിയിലാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഔദ്യോഗിക നിബന്ധനകൾ പ്രകാരം അപേക്ഷകൻ യാചകനാകരുത് എന്നുള്ള ഒരു വ്യവസ്ഥയുമുണ്ട്. പ്രായത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപേക്ഷകന് കുറഞ്ഞത് 60 വയസ്സ് പൂർത്തിയായിരിക്കണം. 60 വയസ്സിന് താഴെയുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല എന്നുള്ളത് മാത്രമല്ല, പ്രായം തെളിയിക്കുന്ന കൃത്യമായ ഔദ്യോഗിക രേഖകൾ പെൻഷനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. താമസ സ്ഥലവും അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും നോക്കുകയാണെങ്കിൽ അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമായിട്ട് കുറഞ്ഞത് 3 വർഷമെങ്കിലും പൂർത്തിയായിരിക്കണം. അപേക്ഷകർ നിലവിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷ വെക്കേണ്ടത്. ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നത് നിയമവിരുദ്ധമാണ്. പലരും കരുതുന്നത് പ്രായം 60 കഴിഞ്ഞാലുടൻ പെൻഷൻ കിട്ടുമെന്നാണ്. എന്നാൽ വരുമാനം, വീടിൻ്റെ അളവ്, വാഹനം, മറ്റു പെൻഷനുകൾ, കുടുംബത്തിൻ്റെ ആകെ സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം ഒരുമിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. പുതിയ പെൻഷൻകാർ അപേക്ഷ വെച്ച ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ളത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ പെൻഷന് അപേക്ഷ വെച്ചിട്ടുള്ളത് ആ സ്ഥാപനത്തിലെത്തി ചെക്ക് ചെയ്യേണ്ടതാണ്. ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി ജൂലൈ മാസത്തോടുകൂടി കേരള ഗവൺമെൻറ് കടപ്പത്ര ലേലം ഇറക്കുകയാണ്. ജൂലൈ 23 മുതൽ 26 വരെയുള്ള തീയതിക്കുള്ളിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങും. 27, 28 തീയതികളിൽ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും. ഓഗസ്റ്റ് മാസം 5-ന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം. ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് എത്തിച്ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനവും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായ PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 27 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾ വീണ്ടും EKYC പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് EKYC പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെൻ്ററുകളെയോ സമീപിച്ച് ഗുണഭോക്താക്കൾക്ക് EKYC പൂർത്തീകരിക്കാം. 2018 വർഷം മുതൽ സ്വന്തമായി കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ വയ്ക്കാവുന്നതാണ്. 2018 കരമടച്ച രസീതിൻ്റെ കോപ്പി ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. കരമടച്ച രസീതിനോടൊപ്പം റേഷൻ കാർഡിൻ്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ ഉപയോഗിച്ച് കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 24ാം ഗഡുവായ 2000 രൂപ വീതം വിതരണം ആരംഭിക്കും. ഓണത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ ഉൾപ്പെടെ പരമാവധി 5000 രൂപ വീതമാണ് ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് കാലങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായി കിടക്കുകയാണ്. ഇവർക്കുള്ള കുടിശ്ശിക വിതരണവും ഓണത്തോടനുബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറാറുള്ളത്. അതിനാൽ തന്നെ അക്കൗണ്ട് ആധാർ അധിഷ്ഠിതമല്ലാത്ത ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം തുടർന്നുള്ള മാസങ്ങളിൽ മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ അക്കൗണ്ടുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് UDF സർക്കാരിൻ്റെ ഓണസമ്മാനം 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കും. ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിനൊപ്പം ഉയർന്ന തുക ലഭിക്കും. ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ച ഓണമായതിനാൽ ആ മാസത്തെ ശമ്പളം നേരത്തെ നൽകേണ്ടി വരും. ഒരു ഗഡു DA നൽകാൻ 60 കോടി രൂപ അധികമായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വർഷം ആദ്യം ലഭിക്കേണ്ട ജീവനക്കാരുടെ ഒരു ഗഡു DA കുടിശ്ശികയാണ്. ഇതാണ് ഓഗസ്റ്റിൽ നൽകുക. ക്ഷാമബത്തക്കൊപ്പം പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസവും ലഭിക്കും. ക്ഷാമബത്തക്ക് മുൻകാല പ്രാബല്യം നൽകണോ എന്ന കാര്യം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില പരിശോധിച്ച ശേഷം ധനവകുപ്പ് തീരുമാനമെടുക്കും. അതിനാൽ തന്നെ മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന കാര്യം പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും സമയത്ത് കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
മറ്റൊരറിയിപ്പ്. രാജ്യത്തെ കോടിക്കണക്കിന് ശമ്പളക്കാരായ ജീവനക്കാർക്ക് വലിയ ആശ്വാസം പകരുന്ന നിർണായക പ്രഖ്യാപനവുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് തൊഴിലാളികളും സ്ഥാപന ഉടമകളും പ്രതിമാസം നിർബന്ധമായും അടയ്ക്കേണ്ട വിഹിതം പരമാവധി 1800 രൂപയായി നിശ്ചയിച്ചു. EPFO ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതി രാജ്യത്തെ 8 കോടിയോളം വരുന്ന EPF അംഗങ്ങൾക്ക് നേരിട്ട് ബാധകമാക്കും. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം 1800 രൂപയ്ക്ക് മുകളിൽ അടക്കുന്ന ഏത് തുകയും തൊഴിലാളിയുടെയോ സ്ഥാപന ഉടമയുടെയോ സ്വമേധയാലുള്ള നിക്ഷേപമായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. തൊഴിലാളി 1800 രൂപയ്ക്ക് മുകളിൽ വിഹിതം അടക്കാൻ താൽപ്പര്യപ്പെട്ടാൽ പോലും അതിന് തത്തുല്യമായ തുക സ്ഥാപന ഉടമയും അടക്കണോ എന്നത് ഇനി മുതൽ കമ്പനികൾക്ക് തീരുമാനിക്കാം. ഇതിനായി മാനേജ്മെന്റുകളെ നിയമപരമായി നിർബന്ധിക്കില്ല. നിലവിൽ ഉയർന്ന ശമ്പളമുള്ള ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം EPFിലേക്ക് നിർബന്ധമായി പോകുമായിരുന്നു. പുതിയ നിയമം വന്നതോടെ ജീവനക്കാർക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നിലവിൽ ഉയർന്ന വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാർക്ക് തങ്ങളുടെ അധിക നിക്ഷേപം എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കാനോ വേണ്ടെന്ന് വെക്കാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും പുതിയ ചട്ടങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. വിഹിതത്തിലെ മാറ്റങ്ങൾക്ക് പുറമെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും പണം ഭാഗികമായി പിൻവലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും EPFO ജനസൗഹൃദമാക്കിയിട്ടുണ്ട്. നിലവിൽ വിവിധ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി 13 പ്രത്യേക സാഹചര്യങ്ങളിലായിരുന്നു പണം പിൻവലിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. സങ്കീർണമായ വ്യവസ്ഥകൾ പൂർണ്ണമായും ഒഴിവാക്കി ഇനി മുതൽ ഇവയെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾ, ചികിത്സ, സ്വന്തം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടുന്ന അടിയന്തര ആവശ്യങ്ങൾ. ഭവന നിർമ്മാണം, സ്വന്തമായി വീട് നിർമ്മിക്കുകയോ സ്ഥലം വാങ്ങുകയോ നിലവിലുള്ള വീട് പുതുക്കിപ്പണിയുകയോ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം. സവിശേഷ സാഹചര്യങ്ങൾ, മറ്റ് അപ്രതീക്ഷിത പ്രതിസന്ധികളെയോ അടിയന്തര സാഹചര്യങ്ങളെയോ നേരിടേണ്ടി വരുമ്പോൾ പണം പിൻവലിക്കാനുള്ള അനുമതി. പ്രധാന നേട്ടങ്ങൾ: ലളിതവൽക്കരണത്തിലൂടെ ജീവനക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ EPF പണം ചുവപ്പുനാടകളിൽ കുടുങ്ങാതെ വേഗത്തിൽ ലഭ്യമാക്കാൻ സാധിക്കും. 8 കോടിയോളം വരുന്ന അക്കൗണ്ട് ഉടമകൾക്ക് കൂടുതൽ സുതാര്യതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതാണ് EPFOയുടെ പുതിയ തീരുമാനം. പ്രവാസി മലയാളികൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയെ അറിയിച്ചു. 2026 ജനുവരി വരെ കേരള പ്രവാസി ക്ഷേമ ബോർഡിന് ലഭിച്ച നിരവധി പെൻഷൻ അപേക്ഷകൾ ഇതുവരെ പരിഗണിക്കാത്തതും അതിനുശേഷം ലഭിച്ച അപേക്ഷകളിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതും ആശങ്കയുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രവാസി ക്ഷേമ പെൻഷനുകളുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി മലയാളികളുടെ സാമൂഹിക സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും അവർക്കുള്ള ക്ഷേമ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിച്ചത്. നിലവിൽ 18നും 60നും ഇടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വത്തിന് അർഹതയുണ്ട്. പെൻഷന് അർഹത നേടുന്നതുവരെ തുടർച്ചയായി വിഹിതം അടക്കുന്ന അംഗങ്ങൾക്ക് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. 2026 മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം ക്ഷേമനിധിയിൽ ഏകദേശം 9.5 ലക്ഷം അംഗങ്ങളും 94,000-ലധികം പെൻഷൻകാരുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന അംഗങ്ങൾക്ക് 3,500 രൂപയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മടങ്ങിയെത്തിയവർക്കും 3,000 രൂപയുമാണ് ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ. പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നേരിട്ട് ഹാജരാകാൻ കഴിയാത്തവർക്ക് ഇന്ത്യയിലാണെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളോ വിദേശത്താണെങ്കിൽ ഒരു ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാം. വിദേശത്ത് പെൻഷൻകാർ എംബസികൾ വഴി സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് വിദേശ ഡയറക്ടർമാരുടെ സ്വകാര്യ ഇമെയിൽ അക്കൗണ്ടുകൾ വഴി അയക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള ഇടവേള നീട്ടുക, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഇതിനായി സ്വീകരിക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റബ്ബർ കൃഷി കൂടുതൽ ലാഭകരമാക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനുമായി റബ്ബർ ബോർഡ് വിവിധ സബ്സിഡികളും ധനസഹായ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ: റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി. ചെറുകിട കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുന്നതിനുള്ള ഇൻസെന്റീവ് നിരക്ക് 250 രൂപയായി ഉയർത്തി. വിപണി വിലയും ഈ തുകയും തമ്മിലുള്ള വ്യത്യാസം സബ്സിഡിയായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും.
പഴയ മരങ്ങൾ വെട്ടിമാറ്റി പുതിയവ വെക്കുന്നതിന് ഹെക്ടറിന് 40,000 രൂപ സബ്സിഡി ലഭിക്കും. മഴക്കാലത്തും ടാപ്പിംഗ് മുടങ്ങാതിരിക്കാൻ 4,000 രൂപ ധനസഹായം. ടാപ്പിംഗ് തൊഴിലാളികൾക്കുള്ള വിപുലമായ ക്ഷേമ പദ്ധതികൾ. പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പ്രതിമാസം 2,000 രൂപ പെൻഷൻ. ആരോഗ്യ സുരക്ഷ, ക്യാൻസർ, ഹൃദ്രോഗം പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് 10,000 മുതൽ 50,000 രൂപ വരെ ചികിത്സാ ധനസഹായവും ലഭിക്കും. ടാപ്പിംഗിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസുമുണ്ട്. ഭവന നിർമ്മാണം. വീട് നിർമ്മിക്കുന്നതിനായി 50,000 രൂപ വരെ അല്ലെങ്കിൽ ചിലവിൻ്റെ 25% സാമ്പത്തിക സഹായം. വനിതാ തൊഴിലാളികളുടെയോ അവരുടെ പെൺമക്കളുടെയോ വിവാഹത്തിന് 25,000 രൂപയും പ്രസവ ആനുകൂല്യമായി 15,000 രൂപയും നൽകുന്നു. തൊഴിലാളികളുടെ മക്കൾക്ക് 1,500 മുതൽ 16,000 രൂപ വരെ സ്കോളർഷിപ്പും ഹോസ്റ്റൽ സൗകര്യവുമുണ്ട്. കർഷകരുടെയും ടാപ്പിംഗ് തൊഴിലാളികളുടെയും ക്ഷേമവും വിപണിയുടെ സുതാര്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യൻ റബ്ബർ മേഖല വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മറ്റൊരറിയിപ്പ്, കേരള സർക്കാരിൻ്റെ അഭയകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. നിലവിൽ 2026-27 വർഷത്തേക്കുള്ള അപേക്ഷയാണ് ആരംഭിച്ചത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്കാണ് പ്രതിമാസം 1,000 വീതം ധനസഹായം ലഭിക്കുന്നത്. ഒരു വനിതാ ശിശുവികസന വകുപ്പ് പദ്ധതിയാണിത്. അപേക്ഷിക്കേണ്ടത് സമീപത്തുള്ള അംഗനവാടികളുമായി ബന്ധപ്പെടാവുന്നതാണ്. വിധവയെ പരിചരിക്കുന്ന മകൾ അല്ലെങ്കിൽ മരുമകൾ, ബന്ധു എന്നിവർക്കാണ് പണം ലഭിക്കുന്നത്. മാസം 1,000 വീതം, വർഷം 12,000 രൂപ ലഭിക്കും. അർഹതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സമീപത്തെ അംഗനവാടി ടീച്ചറെ കണ്ട് ഫോം വാങ്ങേണ്ടതാണ്. മറ്റൊരറിയിപ്പ്, പുതിയ മാറ്റങ്ങളുമായി കേന്ദ്രം. മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ അരി വിതരണത്തിൽ പരിഷ്കാരം. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി നടപ്പിലാക്കുന്ന അന്ത്യോദയ അന്ന യോജന പദ്ധതിയിൽ നിർണായക മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. നിലവിലെ നിയമപ്രകാരം മഞ്ഞ കാർഡുള്ള ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നത് പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കാറുണ്ട്. എന്നാൽ പുതിയ പരിഷ്കാരം വരുന്നതോടെ ഈ രീതി മാറും. ഇനി മുതൽ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും 7 കിലോഗ്രാം വീതമായിരിക്കും ഭക്ഷ്യധാന്യം അനുവദിക്കുക. അതേസമയം ഒരു കുടുംബത്തിന് പരമാവധി ലഭിക്കാവുന്ന റേഷൻ വിഹിതം 35 കിലോയായി തന്നെ പരിമിതപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ, കുറഞ്ഞ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇനി മുതൽ 35 കിലോ അരി മുഴുവനായി ലഭിക്കില്ല. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനും ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ജൂലൈ 17, 2026. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. SM-AM പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷകൾ അക്ഷയ വഴി ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം 1 മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യമെന്ന മുൻഗണനാക്രമമാണ് സ്കീമിൽ നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന 8ാം ശമ്പള കമ്മീഷൻ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിലെ പ്രധാന വാർത്തയായ ക്ഷാമബത്ത വർധന സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്ന ക്ഷാമബത്ത വർഷത്തിൽ 2 തവണയാണ് കേന്ദ്ര സർക്കാർ പരിഷ്കരിക്കുന്നത്. 2026 ഏപ്രിൽ മാസത്തിൽ സർക്കാർ ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുകയും അത് 60% ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഈ വർഷത്തെ 2ാമത്തെ ക്ഷാമബത്ത വർധന സെപ്റ്റംബറോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യവസായിക തൊഴിലാളികൾക്കായുള്ള ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പണപ്പെരുപ്പ കണക്കുകൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഏപ്രിൽ മാസത്തിലെ പണപ്പെരുപ്പ നിരക്കുകൾ വർധനവ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മെയ്, ജൂൺ മാസങ്ങളിലെ വിവരങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ കൃത്യമായ നിരക്ക് വ്യക്തമാവുകയുള്ളൂ. മെമ്മോറാണ്ടം സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 15 അവസാനിച്ചിരുന്നു. വിവിധ ജീവനക്കാരുടെ യൂണിയനുകൾ, പെൻഷൻകാരുടെ സംഘടനകൾ തുടങ്ങിയവർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ, അടിസ്ഥാന ശമ്പളത്തിലെ വലിയ വർധന, മെച്ചപ്പെട്ട അലവൻസുകൾ, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിലെ മാറ്റം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഒപ്പം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും നിലവിലെ നാഷണൽ പെൻഷൻ സിസ്റ്റം UPS എന്നിവയിൽ
പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മീഷൻ ഇതിനകം കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 55 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും 69 ലക്ഷത്തോളം പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കുന്നതാണ് 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കമ്മീഷൻ നിരവധി മാസങ്ങൾ കൂടി എടുക്കും. എങ്കിലും വരും ആഴ്ചകളിൽ നടക്കുന്ന ചർച്ചകളും പണപ്പെരുപ്പ വിവരങ്ങളും ഏറെ നിർണായകമായിരിക്കും. മറ്റൊരറിയിപ്പ്, ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചു. ITR 1, ITR 2 എന്നിവയ്ക്ക് കീഴിൽ വരുന്ന വ്യക്തിഗത നികുതിദായകർക്ക് പിഴ കൂടാതെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31. ശമ്പള വരുമാനക്കാർക്കും ബാങ്ക് പലിശ പോലുള്ള പരിമിതമായ മറ്റ് വരുമാന മാർഗങ്ങൾ ഉള്ളവർക്കുമാണ് സാധാരണയായി ITR 1 ബാധകമാകുന്നത്. എന്നാൽ മൂലധന നേട്ടങ്ങൾ, ഒന്നിലധികം വീടുകളിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ ITR 2 ആണ് സമർപ്പിക്കേണ്ടത്. അവസാന നിമിഷത്തെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ തീയതിക്ക് മുൻപായി തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശമുണ്ട്. മറ്റൊരറിയിപ്പ്, LDF സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമ പെൻഷന് 2026 ജനുവരിക്ക് ശേഷം ലഭിച്ച അപേക്ഷകളിൽ പെൻഷൻ അനുവദിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ. നിലവിൽ 18 വയസ്സ് പൂർത്തിയായതും എന്നാൽ 60 വയസ്സ് പൂർത്തിയാകാത്തതുമായ പ്രവാസി കേരളീയർക്ക് ക്ഷേമനിധി അംഗത്വത്തിന് അർഹതയുണ്ട്. ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുകയും പെൻഷന് അർഹതപ്പെട്ട പ്രായപരിധി വരെ മുടക്കമില്ലാതെ തുടർച്ചയായി അംശാദായം അടക്കുകയും ചെയ്യുന്ന അംഗങ്ങൾക്കാണ് ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്. പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റിനായി എല്ലാ വർഷവും മാർച്ച് മാസം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ ഹാജരാകണം. നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്തവർ ഇന്ത്യയിലാണെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും വിദേശത്തുള്ളവർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എന്നതാണ് ക്ഷേമ പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അതിൽ പ്രകാരമാണ് നിലവിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു വരുന്നത്. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് 2-3 വർഷത്തിൽ ഒരിക്കൽ ആക്കിയാൽ മരണപ്പെടുന്നവരുടെ വിവരങ്ങൾ അറിയാത്ത സാഹചര്യങ്ങളിൽ മരണപ്പെട്ട പെൻഷനേഴ്സിനും പെൻഷൻ അനുവദിക്കേണ്ടതായി വരും. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണമോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.